മോഡേൺ നോളജും കൊടുക്കണം, വാല്യൂ ബേസ്ഡ് നോളജും കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരമ്മയ്ക്ക് ഒരു മകന് അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അമ്മയ്ക്ക് മകനെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാം അല്ലേ? എനിക്ക് ഏത് അമ്മയുടെ മകനായി ജനിക്കണം, ഏത് അച്ഛൻ്റെ മകനായി ജനിക്കണം, ഏത് വീട്ടിൽ ജനിക്കണം, ഏത് ഗ്രാമത്തിൽ ജനിക്കണം, ഏത് രാജ്യത്തിൽ ജനിക്കണം, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ, വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ, കാവ്യാമാധവനെ പോലെ ആവണോ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അപ്പോ ഈ മകനെ ഏത് മകൻ വേണോ മകള് വേണോ, പൊക്കം കൂടുതലുള്ളത് വേണോ ബുദ്ധി കൂടുതലുള്ളത് വേണോ എന്നൊന്നും തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ മക്കളായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും മകളായി നമുക്ക് ജഗദീശ്വരൻ തരുന്ന മക്കളെ ഗുഡും ഗ്രേറ്റും ആക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കും അച്ഛനും ഉണ്ട്. അത് ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണമോ, ബുദ്ധിയുള്ള കുട്ടി വേണോ ബുദ്ധിയില്ലാത്ത കുട്ടി വേണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വളരെയധികം സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. ലഭിക്കുന്ന കുട്ടിയെ ഏത് മാനസികാവസ്ഥയുള്ള കുട്ടിയാക്കണം എന്ന് തീരുമാനിക്കാൻ അധ്യാപകർക്കും സ്വാതന്ത്ര്യമുണ്ട്, മാതാപിതാക്കൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് എപ്പോൾ തുടങ്ങണം? അത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങണം. ഞാൻ അധ്യാപകരോടും പറയുന്നു മാതാപിതാക്കളോടും പറയുന്നു, നിങ്ങൾ ഒരു കാര്യം എന്നും ഓർമ്മിക്കണം. തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച ഇവിടെ വർക്കിംഗ് ഡേ ആണോ? ആണ്. തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ നിങ്ങളുടെ മക്കള് 7 മണിക്കൂറാണ് ഈ സ്കൂളിൽ ചെലവഴിക്കുന്നത്. തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ നിങ്ങളുടെ മക്കള് 17 മണിക്കൂറാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്നത്. ആലോചിച്ചു നോക്കാം. മാതാപിതാക്കളുടെ കൂട്ടത്തില് അവനവന്റെ സ്വന്തം മക്കള് ചെലവഴിക്കുന്നത് വർക്കിംഗ് ഡേയിൽ പോലും 17 മണിക്കൂറാണ്. ഹോളിഡേയില് 24 മണിക്കൂർ, സമ്മർ വെക്കേഷനില് 60 ദിവസം, ക്രിസ്മസ് വെക്കേഷനില് 10 ദിവസം, ഓണം വെക്കേഷനില് 10 ദിവസം, ഒരാഴ്ചയില് 1-2 ദിവസം, പിന്നെ 12 ഹോളിഡേ ദിവസം നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വർക്കിംഗ് ഡേയിൽ പോലും 17 മണിക്കൂർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, നമ്മുടെ മക്കളെന്ന് പറയുന്നത് ഒരു മകനോ അല്ലെങ്കിൽ 1-2 കുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമുക്ക് 1-2-3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരാഴ്ചയില് 7 മണിക്കൂർ അധ്യാപകര് നമ്മുടെ മക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആ അധ്യാപകരുടെ തലയിലുള്ള ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാനുള്ളത് മുഴുവനും പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കി ഏറ്റവും നല്ല മാർക്ക് മേടിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയെ ആ സബ്ജക്റ്റിൽ തറവാക്കി ഉയർത്തുക എന്നുള്ളതാണ്. അത് ആരാ? 1-2 കുട്ടികളല്ല, 40-45 കുട്ടികൾ. ഒരു അധ്യാപകന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ആരാന്റെയും കുട്ടികള്, ഏതൊക്കെയോ ചുറ്റുപാടുകളിൽ വളർന്ന കുട്ടികള്, എങ്ങനെയൊക്കെയോ വളർന്ന കുട്ടികള്, ഏതെല്ലാമോ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് സ്കൂളിലേക്ക് വന്ന് 40-45 കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് ഒരു അധ്യാപിക സിലബസിന്റെ അടിസ്ഥാനത്തിൽ ടൈം ബൗണ്ടായിട്ട് പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കിപ്പിക്കണമെങ്കിൽ ആ അധ്യാപിക ആദ്യമായിട്ട് പ്രഥമമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള പഠിപ്പിക്കലിനാണോ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠിപ്പിക്കലിനാണോ ശ്രദ്ധ ചെലുത്തേണ്ടത്? സ്വാഭാവികമായിട്ടും ഈ പരിമിതമായ 180-85 വർക്കിംഗ് ഡേ, 210 വർക്കിംഗ് ഡേ ഉണ്ടെന്നാണ് പറയുന്നത്. 210 ഹർത്താലും ബന്ധും ബസ് സ്ട്രൈക്കും എല്ലാം കഴിഞ്ഞ് എത്ര കിട്ടുന്നുള്ളത് ഈശ്വരൻ അറിയാം. ആ വർക്കിംഗ് ഡേയില് ആരാന്റെയും ഒക്കെ മക്കളെ സിലബസ് അനുസരിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ അമ്മയും അച്ഛനും വന്ന് ആ ടീച്ചറുടെ അടുത്തായിരിക്കും കയർക്കുക. അപ്പൊ ഒരു ടീച്ചർക്ക് പരിമിതിയുണ്ട്. ആ മക്കളെ നന്മ നിറഞ്ഞ അറിവുകൾ കൊടുത്ത് ഗുഡാക്കാനും മോഡേൺ നോളജ് കൊടുത്ത് ഗ്രേറ്റ് ആക്കാനും ശ്രമിക്കുമ്പോൾ
അത് അധ്യാപകരും, ഞാൻ അധ്യാപകരെന്ന് ഉദ്ദേശിച്ചത് അധ്യാപികയും അധ്യാപകരും ചേർന്നിട്ടാണ്. അപ്പൊ അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും ഒരുമിച്ച് ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫീസ് കൊടുത്ത്, അല്ലെങ്കിൽ ഫീസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടികളെ ആക്കിയാൽ ഇനി ആ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മകനെ, എൻ്റെ മകളെ ഗ്രേറ്റും ഗുഡും ആക്കേണ്ടത് എന്ന് ധരിച്ചാൽ അത് നിങ്ങൾക്ക് പറ്റുന്ന ഒന്നാമത്തെ അബദ്ധം. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, വർക്കിംഗ് ഡേയിൽ പോലും നമ്മുടെ 1-2 മക്കള് 17 മണിക്കൂർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹോളിഡേയ്സിൽ 24 മണിക്കൂറുണ്ട്. അത് നമ്മുടെ മാത്രം 1-2 മക്കളാണ്. അവർക്ക് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ മൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങിപ്പിച്ചു കൊടുക്കണം എന്ന ഗ്യാരണ്ടിയിൽ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന ആ കുട്ടിക്ക് 90-95 കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കൾ ആരെയാ ചീത്ത പറയുക? ടീച്ചേഴ്സിനെയാ ചീത്ത പറയുക. കാരണം എൻ്റെ കുട്ടിക്ക് ഇത്ര മാർക്കല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പൊ ആലോചിച്ച് നോക്കാം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾക്ക് നന്മ നിറഞ്ഞ അറിവുകൾ കൊടുക്കുക. ഇന്നലെ രാവിലെ ഞാൻ തൃശ്ശൂരിൽ ഇരുന്നപ്പോ ഒരു കുട്ടിയെ എഴുത്തിനിരുത്തണം എന്ന് പറഞ്ഞു വന്നു. സാറ് തന്നെ എഴുത്തിനിരുത്തണം, ഏത് ദിവസമായാലും വിരോധമില്ല. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ഉണ്ടാവുന്നു. ആ കുട്ടിയുടെ അടുത്ത് മണ്ഡപത്തിലേക്ക് കയറിയപ്പോ ദൂരെ മാറി നിന്ന് അമ്മ പറഞ്ഞു, മോനെ അങ്കിളിന്റെ കാല് ചെന്ന് തൊട്ട് നമസ്കരിച്ചു വരാൻ. ഈ കുട്ടി യാതൊരു റിസർവേഷനും ഇല്ല, ചെറിയ കുട്ടിയാ, എഴുത്തിനിരുത്താൻ തരുന്ന കുട്ടിയാ, നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും ആയിട്ടില്ല. അത് അവിടെ നിന്ന് വന്ന് ഈ 2 കാലും കൈകൊണ്ട് തൊട്ട് കണ്ണിൽ വെച്ച് തൊഴുത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമസ്കരിച്ചിട്ട് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അമ്മയുടെ മടിയിലിരുത്തി ഞാനിതെല്ലാം എഴുതിച്ചു. പിന്നെ ആ കുട്ടിയെ എൻ്റെ മടിയിലിരുത്തി കയ്യിലെഴുതിച്ചു, നാക്കിലെഴുതിച്ചു, അരിയിലെഴുതിച്ചു, മഞ്ഞൾപ്പൊടിയിലെഴുതിച്ചു, മഞ്ഞ കമ്പോട്ട് എഴുതിച്ചു. എന്നിട്ട് ഞാൻ ഈ സരസ്വതിയെക്കുറിച്ച് കുറേ കീർത്തനങ്ങൾ പറഞ്ഞു. ഒന്നും അറിയാത്ത ആ കുട്ടി ആ കീർത്തനങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പൊ ആരായിരിക്കാം ആ കുട്ടിയെ പഠിപ്പിച്ചത്? 3 വയസ്സാവുന്നേ ഉള്ളൂ. 3 വയസ്സാവുന്ന ഒരു കുട്ടിയെ ഇത്രയും കീർത്തനങ്ങൾ പഠിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ കാല് തൊടണമെന്നും നമസ്കരിക്കണമെന്നും എങ്ങനെയാ കാല് തൊടേണ്ടതെന്നും എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്നും എങ്ങനെയാ കീർത്തനങ്ങൾ ചൊല്ലേണ്ടതെന്നും ആ 3-3.5 വയസ്സിനുള്ളില് ആരോ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ആ കുട്ടി അങ്ങനെ ആയത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ മക്കള് 1-2 മക്കളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങള് യഥാകാലത്തിൽ നമ്മൾ പഠിപ്പിച്ചില്ലെന്ന് വിചാരിക്കാം. പിന്നെ ആ ഉത്തരവാദിത്വം ആരാ ഏറ്റെടുക്കാൻ പോണത്? സ്കൂളിൽ ഏറ്റെടുക്കില്ല. സ്കൂളുകാർക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. സ്കൂളുകാർക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ട്. അപ്പോ ഞാൻ എല്ലാ മാതാപിതാക്കളോടും എടുത്തെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, 2-3 വയസ്സാവുന്നത് മുതൽക്ക് ചെറിയ ചെറിയ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തണം. സമയമുണ്ട് നിങ്ങൾക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്കും 24 മണിക്കൂറേ ഉള്ളൂ. ടെററിസ്റ്റ് ആയിരുന്ന ഒസാമയ്ക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഒബാമയ്ക്കും 24 മണിക്കൂറാണ്, ഒസാമയ്ക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. അപ്പൊ നമുക്ക് സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എത്രയോ വ്യക്തികൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്കെല്ലാം സമയമുണ്ട്. നമുക്ക് നമ്മൾ ജന്മം നൽകിയ 1-2 കുട്ടികളെ നോക്കാൻ സമയമില്ല എങ്കിൽ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ആ കുട്ടികൾക്ക് ജന്മം നൽകരുതായിരുന്നു. ആ കുട്ടികൾക്ക് ജന്മം നൽകിയതിന് ശേഷം എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ക്രിമിനൽ തെറ്റാണ്. ക്രിമിനൽ തെറ്റാണ്. ആ കുട്ടികൾ പറഞ്ഞിട്ടല്ല നമ്മൾ ആ കുട്ടികളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ മകനോ എൻ്റെ മകളോ എന്നോടോ എൻ്റെ ഭാര്യയോടോ പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പോ നമ്മുടെ മക്കൾക്ക് യഥാകാലത്തില്, ഞാൻ പറയുന്നു 2.5 വയസ്സ് മുതൽക്ക് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുക. ആ മക്കള് ഈ കഥകൾ കേൾക്കാൻ കൊതിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. കൊതിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പൊ നമ്മൾ എന്ത് പറയും? എനിക്ക് കഥയെ പറഞ്ഞൂടെ, ഒരു മണ്ണാങ്കട്ടി അറിയണ്ട, ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ സമയമില്ല. അതോടുകൂടി ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് തീർന്നു.
നല്ല മൂല്യങ്ങളുള്ള ഒരു കഥ തന്നെത്താനെ ഉണ്ടാക്കിക്കൂടെ? എന്താ കുഴപ്പം? ഒരു കഥ ഉണ്ടാക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ എത്ര കഥയാ ഉണ്ടാക്കണേ, ഒരു വിഷമവും ഇല്ലാണ്ട്. അപ്പോ നമുക്ക് കഥ ഉണ്ടാക്കിക്കൂടെ? ഒരു കുട്ടിക്ക് പറയാനുള്ള ചെറിയൊരു കഥ ഉണ്ടാക്കാൻ എന്താ അത്ര വിഷമം? അല്ലെങ്കിൽ ഒരു സംഭവം പറയാ, സോക്രട്ടീസിന്റെ സംഭവം, മഹാത്മാഗാന്ധിയുടെ സംഭവം ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക, ചെറിയ ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ഒന്ന് ആലോചിച്ചു നോക്കാം, അതല്ലേ ജീവിതം? ഇനി ഞാനത്തെ ഒരു സീരിയലില് പെട്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എൻ്റെ അമ്മയാവണമെന്നൊരു നിർബന്ധമില്ല. സീരിയലിൽ കേട്ടതാ, ഞാൻ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കാറില്ല. എന്താ കാരണം അറിയോ? കേരളത്തെ നശിപ്പിക്കുന്ന രണ്ടെണ്ണം, ആണുങ്ങൾക്ക് മദ്യവും പെണ്ണുങ്ങൾക്ക് സീരിയലും. അതാണ് കേരളത്തെ മുടിപ്പിക്കുന്നതെന്ന് ഒരാൾ പറയുകയുണ്ടായി. ആണുങ്ങൾ നശിക്കുന്നത് മദ്യം കുടിച്ചിട്ടാണ്, പെണ്ണുങ്ങൾ നശിക്കുന്നത് ആ കുങ്കുമപ്പൂവ് എന്നുള്ള പറഞ്ഞ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാനുള്ള മരുന്ന് 3 ടാബ്ലറ്റ് കഴിക്കണം. അതിന്റെ ചില വരികളും മുഖഭാവവും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവാറുണ്ട്. TV തന്നെ വല്ലതും പറ്റുമോ? അപ്പോ അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് സമയമുണ്ടേ. നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുറച്ച് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂട്ടത്തിൽ കുറച്ചു നേരം ഇരിക്കുക, അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും പുണ്യമാണെന്ന് പറയുക. ഇതിന് 10 പൈസ ചെലവുണ്ടോ? DA വേണോ ഇതിന്? വേണ്ടല്ലോ. എന്ത് സിമ്പിളായിട്ട് പറയാം. ഇന്നും ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എൻ്റെ മകന് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാ കേരളത്തില്. അവനിപ്പോ HAL GM ആയിരുന്നു, ഡെപ്യൂട്ടി ജനറൽ മാനേജറായി 26ാമത്തെ വയസ്സിൽ. എന്നിട്ട് റിസൈൻ ചെയ്തിപ്പോൾ MBAക്ക് പോയി. അപ്പോ ഇപ്പോഴും അവൻ തിരുവനന്തപുരത്ത് വന്നാൽ ഈ സിനിമ കാണുമ്പോൾ, മിനിഞ്ഞാന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ ഒരുമിച്ചിരുന്ന് കണ്ടത് ഇമ്മാനുവൽ എന്ന സിനിമ. അതിന്റെ അവസാന ഭാഗത്തിൽ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റുകാര് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തട്ടിപ്പുകളൊക്കെയാണ്. അത് മുഴുവനും കണ്ടിട്ട് അവരോട് പറഞ്ഞു, ജീവിതം ഇതാണ് മകനെ. അപ്പോൾ ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മകന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മുടെ മക്കൾക്ക് 3ാമത്തെ വയസ്സ് മുതൽക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. 6ാമത്തെ വയസ്സാവുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. അതാണ് ജീവിതം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതല്ല ജീവിതം. എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. നമ്മള് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടില് ജീവിക്കാനേ മറന്നുപോകുന്നു. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചെറിയ കഥകള്, അനുഭവങ്ങള്, സന്ദേശങ്ങള് മടിയിലിരുത്തി നല്ല രീതിയിൽ തലോടിക്കൊണ്ട്, എന്താ പറയുക, അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, എല്ലാം ആണ്. അനുമോദിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, എല്ലാം തുടങ്ങുന്നത് ആ എന്ന അക്ഷരത്തിലാണ്. ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിന്റെ ഭാഗമായി ആ മക്കൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്താൽ, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനുള്ള കാര്യം കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവര് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ എടുക്കേണ്ടവര് എടുക്കും. ഞാൻ പറയുന്നതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോ ഓർമ്മിക്കുക, ആ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അത് കൊടുത്താൽ അവരെടുക്കും, എടുക്കാതിരിക്കില്ല. അപ്പോ അത് എന്താ കൊടുക്കേണ്ടത്? നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. ആ കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ള മൂല്യവും കൂടി പറഞ്ഞു കൊടുക്കണം. അത് ആമയുടെ മുയലിന്റെ കഥയാണെങ്കിലും വിരോധമില്ല, അല്ലെങ്കിൽ സിംഹത്തിന്റെയും മുയലിന്റെയും കഥയാണെങ്കിലും വിരോധമില്ല, ആടിന്റെയും കുറുക്കന്റെയും അല്ലെങ്കിൽ ചെന്നായിയുടെയും കഥയാണെങ്കിലും വിരോധമില്ല. നിങ്ങൾക്ക് ഏത് കഥകൾ വേണമെങ്കിൽ പറയാം. പക്ഷെ കഥയല്ല വേണ്ടത്, കഥയിൽ നിന്നുള്ള സന്ദേശം കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റം നിങ്ങളുടെ മക്കളിലുണ്ടാവും. നിങ്ങളുടെ മക്കളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക്
നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടി ഒരു ദിവസം 5-6 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. ഒരാഴ്ചയില് 1 മണിക്കൂറിൽ താഴെ ചെലവഴിച്ചാൽ മതി. നിങ്ങളുടെ മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്ന് ചോദിക്കാം, സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ അവൻ പറയും, നല്ല രസമായിരുന്നു, ഇന്ന് എനിക്ക് ഡിക്റ്റേഷന് 10ൽ 10 മാർക്ക് കിട്ടി. ഒന്ന് അടുത്ത് വിളിച്ചു വരുത്തി കൈകൊണ്ട് തൊട്ട് വെരി ഗുഡ്, മൈ കൺഗ്രാജുലേഷൻ എന്ന് പറയാറുണ്ടോ നിങ്ങൾ? പറയില്ല, എനിക്ക് ഉറപ്പാ. എന്താ കാരണം അറിയോ? ഇവിടത്തെ കേരളീയർക്ക് നല്ലത് പറയാന്ന് വെച്ചാൽ എന്തൊരു വിഷമാറിയോ. അതുകൊണ്ടാണ് ഈ കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലി എടുത്തത്. അപ്പൊ നല്ലത് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ? നമ്മുടെ മക്കളെ സന്തോഷത്തോട് നല്ല മാർക്ക് കിട്ടി, ടീച്ചർ നല്ലത് പറഞ്ഞു, പിന്നെ 10ൽ 9.5 കിട്ടിയുള്ളൂ എന്നെങ്ങാനും അറിഞ്ഞാൽ അപ്പൊ അമ്മയുടെ മുഖം ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി ആവണത് നമുക്ക് കാണാം. എന്താ ഉദ്ദേശിച്ചിരുന്നേ? 10ൽ 9.5 കിട്ടിയില്ലേ, നന്നായി വരട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നല്ല പറയാ. അപ്പോഴും നീ 1/2 മണി മാർക്ക് കളഞ്ഞു. അതുകൊണ്ട് എന്താ കുഴപ്പമറിയോ? അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് നിന്നെ കാൻഡിഡേറ്റ് ആക്കണം എന്ന് വിചാരിച്ചതാ. ഈ 1/2 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഈ 1/2 മാർക്ക് പോയാൽ ഇപ്പൊ എന്താ തല വരാൻ പോണേ? ഒരു മണ്ണാങ്കട്ടയില്ല. ഇനി ആ ടീച്ചർ ഈ 9.5 തന്നത് ആ ടീച്ചറിന്റെ വീട്ടിൽ വല്ല പ്രോബ്ലം ഉണ്ടായിട്ടാണോ എന്ന് എങ്ങനെ അറിയാം? മനുഷ്യനല്ലേ മാർക്കിടുന്നേ. അതിനിപ്പോ 9 കിട്ടിയാലെന്താ, 8.5 കിട്ടിയാലെന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ ആ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും പറഞ്ഞുകൊടുത്ത് അവരുടെ ചിന്തകളെ ഉയർത്തി ധാർമ്മിക മൂല്യങ്ങളുടെ പന്താവ് കാണിച്ചു കൊടുത്ത് അഭിനന്ദിക്കേണ്ടിടത്ത് നല്ലോണം അഭിനന്ദിച്ച് ദുഃഖങ്ങളിൽ ആശ്വസിപ്പിച്ച് ഏത് ഇഷ്യൂവിലാണോ അനുമോദിക്കേണ്ടത് അനുമോദിച്ച് അവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി വളർത്തുന്നതാണ് മാതൃധർമ്മം. മാതൃധർമ്മം എന്ന വാക്ക് ഇന്ന് കേരളത്തിലില്ല. അടുത്ത കാലത്ത് ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറയാ, എൻ്റെ മകന് ചിക്കൻ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, ഞങ്ങള് വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവരോട് തിരിച്ചൊരു ഉത്തരം പറഞ്ഞു. ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ ഷിക്കാഗോയിൽ പോകുമ്പോൾ താമസിക്കുക. അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഞാൻ പോകാറുണ്ട് ക്ലാസ് എടുക്കാൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുക. ഒരു ദിവസം ഞാൻ കേട്ടത്, അദ്ദേഹത്തിന്റെ മകൻ ഇഡ്ഡലി കഴിക്കുന്നില്ല, ഇത്തിരി വിരസതയായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ജയപ്രകാശ് ആ മകനോട് പറഞ്ഞെന്താ അറിയോ? നിനക്ക് തരുന്ന ഇഡ്ഡലി ഞാൻ തരുന്ന ഇഡ്ഡലി നീ കഴിച്ചില്ലെങ്കിൽ പിന്നെ നീ ചിക്കൻ കഴിക്കേണ്ടി വരും, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ വരി മനസ്സിലായോ? ഉടനെ ആ കുട്ടി ഇഡ്ഡലി കഴിച്ചു. ചിക്കൻ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് പേടിപ്പിച്ചതാ. അപ്പൊ ആ കുട്ടി ഇഡ്ഡലി കഴിച്ചു. അപ്പൊ ചിക്കനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ആക്കാം, ഇഷ്ടമില്ലാത്തതും ആക്കാം പദപ്രയോഗത്തിലൂടെ. അപ്പൊ ഇഷ്ടമുള്ളതാക്കി തിന്നാൻ കൊടുത്തിട്ട് മൂക്കുവരെ ശീലിപ്പിച്ചതിന് ശേഷം എൻ്റെ മകന് ചിക്കൻ വേണ്ട. എന്തിനാ ശീലിപ്പിച്ചേ? ഈ ശവം തിന്നാൻ ശീലിപ്പിച്ചത് കൊണ്ടല്ലേ അത് തിന്നാൻ? ഡെഡ് ബോഡി അല്ലേ ഇത്? ശവം തന്നെയാണ് ഡെഡ് ബോഡി. ഇംഗ്ലീഷ് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല, മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് വലിയ പ്രോബ്ലം അല്ലേ? ഇത് തന്നെയല്ലേ? ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കക്കൂസ് എന്ന് പറഞ്ഞാൽ